ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കോളേജും അതും ഇതൊക്കെ ആയി കുറച്ച് ബിസി ആയി പോയി. അതുകൊണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയി വീട്ടിലുണ്ട്. പോസ്റ്റാണ് എന്നാലും അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തിയുണ്ട്. അപ്പോൾ അനിയത്തി പറഞ്ഞത് എന്തെങ്കിലും കുക്കിംഗ് ചെയ്യാം. സോ ഞാൻ വിചാരിച്ചെന്നാൽ അതൊരു വ്ളോഗാക്കാമെന്ന്. അപ്പോൾ അനിയത്തി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കാനുള്ള. സോ എൻ്റെ സാധനങ്ങൾ വാങ്ങണം, ടൗണിൽ പോകണം. അപ്പോൾ ടൗണിൽ പോയി അതൊക്കെ വാങ്ങി വരാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണിച്ചു തരാം. അല്ല, എന്തൊന്നും ഉണ്ടാക്കാനുള്ള പ്ലാൻ? ചിക്കൻ മോമോസ്. ഒന്ന് പോയിട്ടില്ല ഗൈസ്. ഞങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ വാങ്ങണം. അപ്പം അങ്ങോട്ട് പോട്ടെ ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. ആകെ 4 സാധനമേ ഉള്ളൂ. എങ്ങനെ മെയിൻ സാധനമായ ചിക്കൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. സോ നെക്സ്റ്റ് അത് പോയി വാങ്ങട്ടെ, എന്നിട്ട് പരിപാടി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചതാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഞങ്ങൾ വേഗം പരിപാടി നോക്കട്ടെ അല്ലേ? കൽപ്പറ്റ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് കുറേ പറഞ്ഞ് ഒരു കോണ് വാങ്ങാൻ വേണ്ടിയിട്ട്, പക്ഷേ വാങ്ങില്ല. അപ്പോൾ വന്ന ആടെ ഒരു സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭാരം കുടിക്കാം. നല്ല ടേസ്റ്റ്, നല്ല സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് മാത്രമേ ഉള്ളൂ. കഴിച്ചപ്പോൾ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് അമ്മേനെ വിളിച്ച് നോക്കിയപ്പോൾ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അത് നമുക്ക് അറിയില്ല. ഇത് മാത്രമേ നമ്മൾ ആ കടയിൽ കയറിയിട്ട് വാങ്ങിയിട്ടുള്ളൂ. അതും മെയിൻ സാധനം ചിക്കൻ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താ പറയുക? സാധനങ്ങളൊക്കെ എല്ലാം കുരുവിനാ ചോപ്പ് ചെയ്യണം. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വെള്ളം മേടിക്കും. അത് മെയിനാണ്. ഇന്ന് പുതിയൊരു ഫ്ലേവർ ഗ്രീൻ ആപ്പിൾ. സോ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത്. ബട്ട് ഇത് വിചാരിച്ചത്ര പോരാ. ഒരു മരുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. എന്നാലും നമ്മൾ മുട്ടായില്ലേ, ഗ്രീൻ ആപ്പിളിൻ്റെ മുട്ടായി, അതിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സൺലൈറ്റ് അടിയുമ്പോൾ അവിടെ നിന്ന് പിന്നെ പറഞ്ഞു കൊടുക്കുക സാധനങ്ങൾ എന്തൊക്കെയാണ്. ചിക്കൻ എന്താക്കിയ ചിക്കൻ? ക്രഷാക്കിയ ചിക്കൻ, കുനുകുനാ ചോപ്പ് ചെയ്ത് ക്രഷാക്കിയ ചിക്കൻ. പിന്നെന്താണ് നമ്മളെ ഉള്ളി, അതും ചെറുതായി ചോപ്പ് ചെയ്തത്. പിന്നെന്തൊക്കെയാ? പിന്നെ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ നമ്മളെ ഇതെന്താ സാധനം? ഗരം മസാല. ദെൻ കുരുമുളക് ഉണ്ട് ഇവിടെ. പിന്നെ നാരങ്ങയുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി എന്താ മിക്സ് ആക്കാം അല്ലേ? ഇനി ഓരോന്ന് വരുന്നിട്ടോ. ഗൈസ്, അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിപ്പോൾ അനാവശ്യത്തിനൊപ്പായോ ആവശ്യത്തിന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇട്ടതാണ്. ഒരു ബൗളിൽ സെറ്റാക്കിയിട്ടുള്ളൂ. ഇത് മിക്സാക്കാം. നന്നായിട്ട് കുഴക്കണം. കുഴക്കുന്നാലേ കുരുമുളക് ഇട്ടോ നീ? ഒരു കാര്യം പറഞ്ഞു, സോയ സോസ് ഇട്ടിട്ട് പോയി മേടിച്ചത് മെയിൻ സാധനമാണ്. അത് കുറച്ച് വയ്ക്കട്ടെ. ഇത് വീഴാനാ. ആ, മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണ്ടേ? എന്നാൽ മാറ്റി വെക്കുക. ഇത് നമ്മളിനി വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ മൈദ മിക്സ് ആക്കണം അല്ലേ? മൈദയിൽ വേറെ എന്തോ ഒരു പൊടി കൂടി ഇടുന്നുണ്ട്. അതെന്താ അറിയില്ല. ഇത്ര മൈദ ഉണ്ട്, പക്ഷേ ഇത് ഫുൾ നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ബൗൾസ് ആക്കി എടുത്തിട്ട് ഇത് പരത്തട്ടെ അല്ലേ? ചെറിയ 2-3 ബൗൾ ഞാൻ ആക്കി വീഡിയോ ഉണക്കാൻ പറഞ്ഞു കേട്ടോ. ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇവിടെ, വേറൊരാളും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ വ്ളോഗിലേക്ക് വേറൊരു അതിഥി കടന്നു വന്നിട്ടുണ്ട്. നമ്മളൊരു മോമോ റെഡി ആയിട്ടുണ്ടല്ലോ. ഫോക്കസ്, കുക്കിംഗ് ഓൺ പ്രോഗ്രസ്.
ചെറിയ ചെറിയ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളല്ലേ. മോമൊക്കെ പരത്തി റോളൊക്കെ ആക്കി, ബട്ട് ഇത് ലോക്കാക്കാൻ അറിയുന്നില്ല. ഒരാളോട് നിന്ന് ലോക്കാക്കിയത് ഞാൻ കാണിച്ചു തരാം. ഇയാളെ ലോക്കാക്കിയത് ഞാനും കാണിച്ചു. അപ്പോൾ മോമോസ് നമ്മൾ കുറേ രീതിയിൽ ഡിസൈൻ ട്രൈ ചെയ്തു. ലാസ്റ്റ് നമ്മൾ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. എൻ്റെ കഷ്ടപ്പാടാണ് പകുതി. ഞാനാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ആക്കാറ്. നീ ആക്കിയത് എവിടെ കണ്ടെടുത്ത്? ഇങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് വേവിച്ചെടുക്കണം. ഗൈസ്, ഞങ്ങൾ മോമോ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ മോമോ ചെറുതായി ഇളക്കണ്ടടി ഫുള്ളായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇനി അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം. കുറച്ച് നേരം വെച്ചിട്ട് എന്തെങ്കിലും നടക്കുമോ? കളറ് മാറുന്നൊക്കെ പറഞ്ഞ് വെള്ള കളറിന്ന് എന്ത് കളറാവും? ഓഫ് വൈറ്റ് കളറാവും. അപ്പോൾ വെച്ചപ്പോഴും ഓഫ് വൈറ്റ്, ഇപ്പോഴും ഓഫ് വൈറ്റ്. ഇനിയിപ്പോൾ ഇത് കറുപ്പ് പോകുമെന്നാണ് സംശയം. നമുക്ക് നോക്കാം. എന്തായാലും മോമോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ചട്നിക്കുള്ള ബാക്കി കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് ചട്നിക്കുള്ള സാധനങ്ങൾ. ഇങ്ങനെ ചട്നി ഉണ്ടാക്കട്ടെ. ലേറ്റായി, ഇടാവാനായി, വേഗം തീർക്കണം. മോമോ ഈസ് റെഡി അല്ലേ? എന്താ പറയാനുള്ളത്? പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ലൈറ്റൊക്കെ കുറഞ്ഞ് ഗ്രെയിൻസ് വന്നു. സോ വേഗം വീഡിയോ എൻഡ് ആക്കാനായി അല്ലേ? ടേസ്റ്റ് ചെയ്യാം. ആരാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണേ? നീ ടേസ്റ്റ് ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഞാനത് ടേസ്റ്റ് ചെയ്താൽ കേട്ടോ. ഇത് ചെറുത് മതി. കുറച്ച് ചട്നിയിൽ മുക്കിയിട്ട്. മഴയാണ്. മസാല ഒരു രക്ഷയില്ല. മൈദ കുറച്ച് വേവ് കുറഞ്ഞു അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു. അത്ര മാത്രമേ ഉള്ളൂ. മസാല ആൻഡ് ചട്നി നോ രക്ഷ. അപ്പം ഗൈസ്, പുറത്ത് നല്ല മഴയാണ്. സൗണ്ട് ഉണ്ടോന്ന് അറിയാം. എനിവേ അതിനെ സിമ്പിളായി ചെയ്യാനായിട്ടും എല്ലാവരും ഉഷാറായിരിക്കട്ടെ. മഴ ആയതുകൊണ്ട് നല്ലൊരു കട്ടൻ കൂട്ടിയത് ബാക്കി അടിച്ചിട്ടെ. അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജീതാ.